നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഹാർട്ട് അറ്റാക്കിന് മരുന്ന് ചോദിച്ച രോഗിക്ക് ചിന്താ ജെറോമിന്റെ വക പൊതിച്ചോറ്. കാര്യം എന്താണെന്നല്ലേ? ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരാൾ പറയുകയാണ്, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം നെഞ്ചുവേദനയായിട്ട് ഒരാൾ ചെന്നാൽ അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. അവിടെ പാരസെറ്റാമോൾ പോലും ഇല്ലാത്ത അവസ്ഥയാണെന്ന്. അതുപോലെ കൊല്ലം കോർപ്പറേഷനുള്ള 3 ആംബുലൻസും വൈകുന്നേരം 6 മണിക്ക് ശേഷം പാവപ്പെട്ട രോഗികൾക്ക് വിട്ടുകൊടുക്കില്ല എന്നും. ഇങ്ങനെയൊക്കെ ഒരാൾ പരാതി ഉന്നയിക്കുമ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് DYFIക്കാരെന്ന്. ഇതെന്ത് തരം മറുപടിയാണ്? നിങ്ങൾ എങ്ങനെയാണ് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകുന്നത്? 4 നേരം പൊതിച്ചോറ് കൊടുത്താൽ മതിയോ ചിന്തേ? ആശുപത്രിയിൽ രോഗികളുടെ ജീവൻ നിലനിർത്താൻ മരുന്ന് തന്നെ വേണ്ടേ? ഹാർട്ട് അറ്റാക്കിന് മരുന്നില്ലെന്ന് പരാതി പറയുമ്പോൾ പൊതിച്ചോറുണ്ടെന്നൊക്കെ എങ്ങനെ പറയാൻ മനസ്സ് വരുന്നു? ചിന്താ ജെറോമിന്റെ മണ്ടത്തരങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വാ തുറന്നാൽ ഞാൻ മണ്ടത്തരമേ പറയൂ എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഈ മഹതി. വിഡ്ഢിത്തങ്ങൾ കൂടാരമാണ് ചിന്തയുടെ ചിന്തകളൊക്കെ, പറയാതിരിക്കാൻ വയ്യ. മുൻപൊരിക്കൽ കലാലയങ്ങളിലെ ആക്രമണ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ചിന്ത പറഞ്ഞത് കലാലയങ്ങളിൽ പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണെന്നാണ്. എന്ത് പറഞ്ഞാലും ചിന്തയ്ക്ക് ഈ പൊതിച്ചോറിന്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. വലിയ ബുദ്ധിജീവിയാണെന്നും പ്രാസംഗികയാണെന്നും ഒക്കെ സ്വയം ധരിച്ചു വെച്ചിരിക്കുകയാണ് പാവം. 5 കാശിന്റെ ബോധമുണ്ടോ എന്ന് ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നിയാൽ തെറ്റു പറയാനാവില്ല. ഇതിനു മുൻപ് ഒരിക്കൽ വാഴക്കുലയിൽ കുടുങ്ങിക്കിടന്ന ഒരു ചിന്തയെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. വാഴക്കുല എഴുതിയതാരാ? ചങ്ങമ്പുഴ അല്ലേ? എന്നാൽ ചിന്തയ്ക്ക് ഇപ്പോഴും വാഴക്കുല വൈലോപ്പള്ളി എഴുതിയതാണ്. ചിന്തയ്ക്ക് ഒന്നും അറിയില്ല, കാരണം ചിന്ത ഇപ്പോഴും കുട്ടിയാണ്. അതുകൊണ്ടാണല്ലോ സ്വന്തം ഗവേഷണ പ്രബന്ധം കോപ്പി അടിച്ചെഴുതിയത്. കോപ്പി അടിച്ചതിന് മാത്രമോ, വാഴക്കുലയുടെ രചയിതാവിനെ മാറ്റി എഴുതുകയും ചെയ്തു. ഈ മണ്ടത്തരം കാരണം കുറേ കാലം എയറിൽ നിന്നതൊക്കെ പുള്ളിക്കാരി അങ്ങ് മറന്നുപോയി. അതുകൊണ്ടാണ് വായ തുറക്കുമ്പോൾ ആലോചിക്കാതെ പൊട്ടത്തരങ്ങളൊക്കെ ഇപ്പോഴും അനർഘ നിർഗളമായി ഇങ്ങനെ പ്രവഹിക്കുന്നത്. ചിന്തയുടെ മണ്ടത്തരങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പണ്ടൊരു ഹിറ്റ് പാട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ അപ്പൻ കട്ടോണ്ട് പോയേ എന്ന് പറഞ്ഞ്. നമ്മളെല്ലാവരും കേട്ടതാണ് ഈ പാട്ട്. സുപരിചിതമാണ് ആ ഗാനം അല്ലേ? നമുക്കെല്ലാവർക്കും അത് കേട്ടു ആസ്വദിച്ചു. പക്ഷെ ബുദ്ധിമതിയായ ചിന്ത അങ്ങനെയൊന്നുമല്ല ചിന്തിച്ചത്. ഭൗതികതയുടെ അന്തരാളങ്ങളിൽ നിന്ന് ആലോചിച്ചപ്പോൾ ചിന്തയ്ക്ക് തോന്നിയത് ഇങ്ങനെയാണ്: കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരാണോ? കമ്മൽ എടുത്തുകൊണ്ട് പോകുന്നവരാണോ അച്ഛന്മാർ? അങ്ങനത്തെ അച്ഛന്മാർ കേരളത്തിലുണ്ടോ? കേരളത്തിലെ അമ്മമാർ ബ്രാൻഡി കുടിക്കുമോ എന്നൊക്കെയാണ് പാട്ട് കേട്ട ചിന്ത ചോദിക്കുന്നത്. ഈ ഗാന നിരൂപണത്തിന്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ തത്തിക്കളിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, PhD ഒക്കെ എടുത്ത ചിന്താ ജെറോം ഒരിക്കൽ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നടത്തി. അതിലെ ചില വരികൾ ഇങ്ങനെയാണ്: വാട്ട് ഈസ് പൊളിറ്റിക്സ്? പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് ചേഞ്ചിങ് ഇമ്പോസിബിൾ തിങ്സ് ടുഡേ ടു ദ പോസിബിൾ തിങ്സ് ടുമോറോ. ഐ ലവ് ഇന്ത്യ ലൈക്ക് ഫാദേഴ്സ് ടു ചൈൽഡ്. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തത് ഒരു കുറവൊന്നുമല്ല. പക്ഷെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD എടുക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്ന പോരെ? ഇത്തരത്തിലൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുകയും സ്വയം മറ്റുള്ളവർക്ക് മുന്നിൽ കോമാളിയാകുന്നതിലും വലിയൊരു പരാജയം എന്താണ്? ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് അല്പം ബോധമൊക്കെ ആവാം.